So I happened to get a gift pack of the Navarasa soap bar by Fede. And I am not a person who uses soap on my skin at all. ഞാൻ കടലമാവും അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു ചെറുപ്പം മുതലേ. My grandmother is very much into Ayurvedic baths and things like ഒരു കുളിമുറിയൊക്കെ ഉണ്ടായിരുന്നു അമ്മച്ചിക്ക്. ആൻഡ് ഞങ്ങൾക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഒളിച്ചപ്പാത്തൊക്കെ കളിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫൺ ആക്ടിവിറ്റി വാസ് അമ്മച്ചിയുടെ ആ ഒരു കുളിമുറിനകത്ത് കയറുമ്പോഴത്തേക്കിനോ ഓരോ ലവ്ലി സ്മെൽസ് വി യൂസ് ടു ഗെറ്റ് ഫ്രം ദാറ്റ് റൂം. ആൻഡ് when I got this gift pack, I was thinking I'm not going to use these soaps at all. പക്ഷെ ഒരു പ്രാവശ്യം I just tried one, the red sandalwood turmeric ഉപയോഗിച്ചു. ആൻഡ് I found it gelled well with my skin. And I kept using that one soap for quite some time. പിന്നെ what happened is ഈയിടെ എനിക്കൊരു I had a very big bout of pneumonia and വളരെ സീരിയസ് ആയിരുന്നു. I was in the hospital. And as I was recovering in the hospital itself, high dose of antibioticsum, കുറേ hormonal treatmentum എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും my skin was actually getting dry. ഞാൻ അറിയാതെ തന്നെ ആ ഗിഫ്റ്റ് പാക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എൻ്റെ ബാഗിൻ്റെ അകത്ത് ഇരിപ്പുണ്ടായിരുന്നു ആ ഡിഫറെൻറ്റ് സോപ്സ്. അറിയാതെ തന്നെ I just took out one. നമ്മൾ women, we have different moods and different dresses for different occasions. We have posture for different occasions. അങ്ങനെ we have different things for different occasions, just like we have different seasons in Kerala and in India. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ നവറസയിൽ there are 9 different soap products. And just like നമുക്ക് ഓരോ I would also say moods also in different occasions. So when I was admitted in the hospital, ഞാൻ ഈ ഒരു ഫുൾ പാക്കോട് കൂടി, എനിക്കറിയില്ല എൻ്റെ ബാഗിൻ്റെ അകത്തുണ്ടായിരുന്ന എൻറ്റയർ പാക്ക് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പുതിയൊരു സോപ്പ് ഉപയോഗിക്കാം, എന്തായാലും ഹോസ്പിറ്റലാണല്ലോ. അപ്പം അങ്ങനെയാണ് ഞാൻ 40 മരാതി സോപ്പ് എടുത്തത്. അത് വെറുതെ ഒരു ബൈ ചാൻസ് എടുത്തതേ ഉള്ളൂ. there was no reason why I chose that particular soap. അതങ്ങ് എടുത്തങ്ങ് ഉപയോഗിക്കാൻ തുടങ്ങി. ആൻഡ് ഐ റിയലൈസ് ഈ ഡ്രൈ സ്കിൻ എന്നുള്ള, ഇൻഫാക്ട് എത്ര ഹൈ ഡോസ് ഓഫ് ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളും ചെല്ലുമ്പോൾ നമ്മുടെ സ്കിൻ പീൽ ചെയ്യാനായിട്ട് തുടങ്ങിയായിരുന്നു എനിക്ക്. ബട്ട് ഐ സ്റ്റാർട്ടഡ് യൂസിങ് ദിസ് ആൻഡ് ഇറ്റ് വാസ് സോ ഗുഡ് ഫോർ മീ ബിക്കോസ് പിന്നീടാണ് ഞാൻ അതിൻ്റെ അകത്ത് വായിച്ചപ്പം അത് ബേബി സ്കിന്നിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും I decided why don't I try another type of soap, because ഇപ്പം ഡ്രൈ സ്കിൻ കഴിഞ്ഞു. അപ്പോഴാണ് ഹണി ആൻഡ് ഓട്ട് എൻ്റെ സോപ്പ് കണ്ടത് ഇൻ ദാറ്റ് പാക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ച് ജെയിംസ് മുട്ടായി പാക്കറ്റ് പിടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോപ്സ്. നവരസ എന്നാണ് ഈ ഒരു തീം, നവരസ. അപ്പം 9 ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് 9 ഫ്ലേവേഴ്സ് ഉണ്ട് ഇതിൽ. we women actually have, our skin is different in different times. One shoe does not fit all. അതാണ് ആക്ച്വലി നമുക്കൊക്കെ. But we think, okay, ഒരു soap and we use it till we die. We use that same soap and we are very loyal to that soap. Actually that's a wrong concept, because ചില ഒരു സോപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം because of global warming and all that's happening around us, if you notice ചില സമയത്ത് ഭയങ്കര തണുപ്പാണ്, ചില സമയത്ത് ഭയങ്കര ഡസ്റ്റിയാണ് ഔട്ട്സൈഡ്, ചില സമയത്ത് നമ്മളുടെ ആ ഡസ്റ്റ് അതേ പാടി നമ്മുടെ സ്കിന്നിലോട്ട് വരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഐ നെവർ യൂസ് ടു യൂസ് സോപ്പ് അറ്റ് ഓൾ. ഞാൻ കടലമാവ് അങ്ങനത്തെയൊക്കെ മാത്രമേ ഉപയോഗിക്കത്തുള്ളായിരുന്നു. ഐ സ്ലോലി സ്റ്റാർട്ടഡ് യൂസിങ് ദീസ് സോപ്സ് ആൻഡ് ഐ ഫൗണ്ട് ഇറ്റ് സോ ഗോയിങ് സോ വെൽ വിത്ത് മൈ സ്കിൻ. ആൻഡ് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു നവരസ, സോ we women have different moods, different ways of thinking, different feelings. One day morning you wake up feeling, oh, this is the day for us, and the next day you wake up thinking that. Sometimes even our dress, the color we choose also for our dress reflects our moods, which is actually in a way true. അപ്പം ഞാൻ ആലോചിച്ച് നോക്കിയപ്പം ഈ സോപ്പ്, ഈ നവരസ, ഈ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ദീസ് സോപ്പ് ദറ്റ് ഇസ് ദേ, ഓരോ കാറ്റഗറി നമുക്ക് ഓരോ ടൈമിൽ ഉപയോഗിക്കാം. ആൻഡ് ദാറ്റ് ടൈം ഇസ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ ആർ സ്കിൻ വർക്ക്സ്. ആൻഡ് മുമ്പ് പറഞ്ഞ മൂഡ്സ്, ഡെഫിനറ്റ്ലി ദ വേ വി ഫീൽ ഓൾസോ ഷോസ് ഓൺ ആർ സ്കിൻ. ആൻഡ് ആ സ്കിൻ
definitely needs to be healed by the whatever soap that we use. വെള്ളത്തിൽ ഒത്തിരി ഞാൻ ക്ലീനിങ് ആക്ടിവിറ്റീസിൽ ഐ ടേക്ക് പാർട്ട്. കയാക്ക് ചെയ്ത് പ്ലാസ്റ്റിക്സ് എടുക്കാറുണ്ട്, വള്ളത്തിൽ പോയി പിറവം സേവ് പിറവം പുഴ, കവാലിപ്പുഴ, ഇങ്ങനത്തെയൊക്കെ പ്രോജക്ട്സിൽ ഐ വാസ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോഴൊക്കെ വെൻ ഐ കം ബാക്ക്, ആക്ച്വലി ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് സോ very unclean because the waters were so unclean, and what I picked up from the water was also unclean products. Even sanitary pads വരെ വെള്ളത്തിൻ്റെ അടി കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ കൈ കൊണ്ട് പെറുക്കിയെടുത്ത് വെക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇതെല്ലാം കഴിയുമ്പോൾ എ ഗുഡ് ബാത്ത് വിത്ത് ദി മഞ്ഞൾ, ദി ടേമറിക് ബാത്ത്, ദാറ്റ് ആക്ച്വലി ക്ലെൻസസ്. ഐ ഡോണ്ട് നോ, ബട്ട് ഐ ഫീൽ ദറ്റ് എനിക്കത് ഉപയോഗിച്ചിട്ട് ഐ ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് ഒരു ആൻറ്റിസെപ്റ്റിക് പോലത്തെ ഒരു ഫീലിംഗ് അത് ഉപയോഗിക്കുമ്പോൾ. അപ്പം ഈ മിൽക്ക് പ്രോട്ടീൻ സോപ്പ് അഗൈൻ വാസ് അനദർ സോപ്പ് വിച്ച് ഐ യൂസ്ഡ് ലേറ്റർ ഓൺ ആഫ്റ്റർ മൈ ഹോസ്പിറ്റൽ വിസിറ്റ്. കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഐ സ്റ്റാർട്ടഡ് യൂസിങ് ദ മിൽക്ക് പ്രോട്ടീൻ സോപ്പ് ബിക്കോസ് and again, like it was December time, Christmas time, ഇവിടെ it's cold outside. ഞാൻ പുറത്ത് എനിക്ക് കുറച്ച് ഗോട്ട്സും കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെ നടന്നിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിനും ഇറ്റ്സ് ചില്ലി ഔട്ട്സൈഡ്, രാത്രിയിലാണെങ്കിലും തിരിച്ച് വരുമ്പോഴത്തേക്കിനും ദിസ് ഇസ് ദ സോപ്പ് വിച്ച് ഐ യൂസ്. ആൻഡ് ഏർലിയർ ആസ് ഐ സെഡ്, വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഞാൻ ഒരിക്കലും ഒരു സോപ്പ് ഉപയോഗിക്കാത്ത ഒരാളായിരുന്നു. ബിക്കോസ് ഐ ഫെൽറ്റ് സോപ്പ് ഇസ് ഫുൾ ഓഫ് കെമിക്കൽസ്, ഇറ്റ്സ് ബാഡ് ഫോർ ദ സ്കിൻ എന്നൊക്കെ ഉപയോഗിച്ചു. പക്ഷേ ഐ ആം വെരി കംഫർട്ടബിൾ യൂസിങ് these soaps, and ഓരോ തീം വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓരോ തീം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ മൈ സ്കിൻ, ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലേസ് ദറ്റ് ഐ ഗോ, ഡിപ്പെൻഡിങ് ഓൺ മൈ മൂഡ് ഓൾസോ. സംടൈംസ് ഐ ചൂസ് എ പെർട്ടിക്കുലർ സോപ്പ്. അത് പറഞ്ഞപ്പോൾ ഓർത്തത്, ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റഡ് ആയിരുന്നപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞ സ്കിന്നിൻ വളരെ ഡ്രൈ ആയിട്ടിരുന്ന ടൈമിൽ, അന്ന് എനിക്കൊരു തല മൊട്ടയായിട്ടായിരുന്നു ഇരുന്നത്. ആ സമയത്ത് കുട്ടിയായിട്ടേ തലമുടി ഉണ്ടായിരുന്നുള്ളൂ. ഒരു നേർച്ച ഉണ്ടായിരുന്നു, ഞാൻ തലമുടി ഒരു പേഷ്യൻറ്റ് നിന്നിട്ട് ഡൊണേറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പം ആസ് മൈ ഹാൻഡ്സ് ആൻഡ് മൈ ഹോൾ ബോഡി വാസ് ഗെറ്റിംഗ് ഡ്രൈ, എൻ്റെ മൊട്ടത്തലയും ഭയങ്കര ഡ്രൈ ആകാൻ തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ ആ സമയത്തൊക്കെ എണ്ണയൊക്കെ ഇട്ട് യു നീഡ് ടു ടേക്ക് ദി ഓയിൽ ഓഫ്. അപ്പം നാൽപ്പമരാതി സോപ്പ് ഞാൻ ദേഹത്ത് ഉപയോഗിക്കുന്ന അതേ സോപ്പ് തന്നെ. ഐ എം എ പേഴ്സൺ, ഒരിക്കലും യു ഷുഡ് നെവർ യൂസ് സോപ്പ് ഫോർ യുവർ ഹെയർ എന്ന് പറയുന്ന ആളാണ്. ഷാംപൂസാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ തല മൊട്ടയാകുമ്പോൾ എന്നാ ചെയ്യുക? നോ വൺ എവർ സ്പീക്സ് അബൌട്ട് യൂസിങ് സംതിങ് ഫോർ യുവർ മൊട്ടത്തല, റൈറ്റ്? സോ ഐ ജസ്റ്റ് ട്രൈഡ് ഇറ്റ്, ആൻഡ് ഒരു പെർഫെക്റ്റ് ഷൈൻ ഉണ്ടായിരുന്നു എൻ്റെ തലയിൽ. പിള്ളേരൊക്കെ കളിയാക്കുമായിരുന്നു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് ആയിട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. So I mean, on the whole, Navarasa is a beautiful experience. As we experience all the seasons of around us in this world, I think Navarasa also is a beautiful experience.